CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ പറഞ്ഞ് +1 വിദ്യാർത്ഥിക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങും മർദ്ദനവുമെന്ന് പരാതി. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഭവത്തിൽ പരിക്കേറ്റ ആദിൽ അൽഫയാത്തിനെ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തികരമായ പോസ്റ്ററുകളും ശബ്ദ സന്ദേശങ്ങളും പ്രചരിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായി. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ചെർപ്പുളശ്ശേരി നഗരസഭ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ പറഞ്ഞ് +1 വിദ്യാർത്ഥിക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങും മർദ്ദനവുമെന്ന് പരാതി. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഭവത്തിൽ പരിക്കേറ്റ ആദിൽ അൽഫയാത്തിനെ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണാർക്കാട് കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സീനിയർ വിദ്യാർത്ഥികളായ 13ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് +1 വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. റാഗിംഗ് സ്റ്റാഫ് റൂമിൽ പറഞ്ഞാൽ തല്ലിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും വിദ്യാർത്ഥി പറഞ്ഞു. മർദ്ദനത്തിൽ പരിക്കേറ്റ മണ്ണാർക്കാട് കൂട്ടിലക്കടവ് കരിമ്പനോട് നമ്പിയത്ത് വീട്ടിൽ ആദിൽ അൽഫയാത്ത് മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ആദിലിനെ അവശനായി കിടക്കുന്നത് കണ്ട് വീട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 18-ന് ഉച്ചയ്ക്ക് 2 മണിക്കു ശേഷം സ്കൂളിൽ ബാത്റൂമിൽ പോയ ആദിലിനെ ബാത്റൂമിൽ വെച്ച് റാഗിംഗ് ചെയ്യുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് ആദിൽ തിരുവാഴിയോട് പോലീസിൽ പരാതി നൽകി. ഇൻസ്റ്റഗ്രാമിൽ പേജ് തുടങ്ങിയ +1 വിദ്യാർത്ഥികളോട് പോസ്റ്റ് ഇടരുതെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ബാത്റൂമിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 ആൾക്കാർ വന്നിട്ട് അടിക്കത്. അപ്പൊ എന്താ ഉന്തും പറച്ചിലുണ്ടായി. അതിന്റെ മുമ്പ് 3 പേര് ഉണ്ടായിരുന്നു. പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് വേണ്ട പ്രശ്നമാക്കണ്ട വലുതാക്കണ്ട ഇരുത്തിട്ട് ഞാൻ ഒന്നും ഒന്നിനും നിന്നില്ല. പക്ഷെ ഇപ്രാവശ്യം മേത്ത് പറഞ്ഞപ്പോ എന്റെ കഴുത്തിലിട്ടിട്ട് അടിച്ചു. അതിൽ ഞാൻ വീണപ്പോ ഓല പിന്നാലെ ഉണ്ടാകുന്ന 10 ആൾക്കാർ ഒക്കെപ്പാടെ വന്നിട്ട് എന്നെ ചവിട്ടിയിട്ട് ഇടുപ്പാകെ പോയിക്കണം. ഇടുപ്പ് പിന്നെ മർമ്മ ഭാഗത്ത് ഉണ്ടായി. റാഗിങ്ങിന്റെ പേരിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. സീനിയേഴ്സ് പ്രത്യേകം ബട്ടൺസ് ഇടാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ദേഹത്തോട്ടണ്ട. ഞാൻ മര്യാദക്ക് പറഞ്ഞ ഞാൻ ഇടാലോ പറഞ്ഞു. അതിൽ എന്താ കിട്ടാ പറഞ്ഞിട്ട് കഴുത്തുമ്മക്ക് ഒരടി വന്നു. അതിൽ ഞാൻ വീണപ്പോ ബാക്കിയുള്ള 10 ആൾക്കാർ ഫുള്ള് വന്ന് അടിക്കണ്ടായി. കുറെ ആൾക്കാരുണ്ടാവും. കണ്ടറിയുന്ന 3 ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ളവരെ കണ്ടറിയും, തിരിച്ചറിയും. പക്ഷെ വീണേക്ക് മങ്ങലായിരുന്നു. കണ്ണൊക്കെ പാടെ മങ്ങി. ഇതിന്റെ മുമ്പ് 3-4 പ്രാവശ്യം റാഗിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വലിയ പ്രശ്നമാക്കണ്ട എഴുതിയിട്ട് പ്രതികരിച്ചില്ല. പക്ഷെ ഇപ്രാവശ്യം അടിക്കണ്ടായി, നല്ല അടിക്കണ്ടായി. 10 ആൾക്കാർ കൂടെ അടിച്ചു. ആകെ അഡ്മിറ്റ് ആക്കേണ്ട അവസ്ഥയിൽ വന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് തിരുവായോട്. +2 വിദ്യാർത്ഥികളാണ് ഇതിന് കാരണം. ഇനി അഥവാ ഞാൻ ഇത് സ്റ്റാഫ് റൂമിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്നെ വന്നിട്ട് ഞങ്ങൾ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭീഷണിപ്പെടുത്തുണ്ടായി. അതാണ് ഞാൻ പറയാതിരിക്കാൻ കാരണം. പിന്നെയാണ് വീട്ടുകാരറിഞ്ഞ് ആകെ പ്രശ്നമായത്. CCN കടമ്പഴിപ്പുറം. ചെർപ്പുളശ്ശേരി നഗരസഭ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നെടുക്കണോ?
MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ നിന്നും അനുവദിച്ച 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചത്. നഗരസഭയിലെ ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ഇതിലൂടെ ലഭ്യമാകുമെന്ന് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, കൌൺസിലർമാർ, മറ്റു ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CCN ചെറുപ്പുളശ്ശേരി. പെരിന്തൽമണ്ണ പൊന്നിയാക്കുറിശി ദുബായ് പടിയിൽ വെച്ച് 1.5 കിലോഗ്രാമിലധികം കഞ്ചാവുമായി ഉത്തർപ്രദേശ് സ്വദേശിയായ യുവാവ് എക്സൈസിന്റെ പിടിയിലായി. ലഹരി മരുന്നുകൾക്കെതിരെയുള്ള ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പട്രോളിംഗിനിടെയാണ് ഇയാൾ വലയിലായത്. UP സ്വദേശി മഖാനാണ് പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ സംഘത്തിന്റെ പിടിയിലായത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട യുവാവിനെ എക്സൈസ് ഇൻസ്പെക്ടർ സുധീഷ് കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുകയായിരുന്നു. ഇയാളുടെ തോളിലുണ്ടായിരുന്ന ബാഗിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. ഇതിനു പുറമെ കഞ്ചാവ് തൂക്കി നൽകാൻ ഉപയോഗിക്കുന്ന ചെറിയ ത്രാസും വിൽപ്പനയിലൂടെ ലഭിച്ച 500 രൂപയും ഇയാളിൽ നിന്നും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടാണ് ഇയാൾ പ്രധാനമായും കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. പൊന്നിയാക്കുറിശി, മാനത്തുമംഗലം, പെരിന്തൽമണ്ണ ടൗൺ എന്നീ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇടപാടുകൾ. ഇതിനു പുറമെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിലും ഇയാൾ കഞ്ചാവ് എത്തിച്ചിരുന്നതായി അന്വേഷണത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. പ്രതിക്ക് കഞ്ചാവ് ലഭിച്ച ഉറവിടത്തെക്കുറിച്ച് എക്സൈസ് സംഘം ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു. CCN പെരിന്തൽമണ്ണ. ബാംഗ്ലൂരുവിൽ നിന്നും കാറിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 405 ഗ്രാം MDMA പിടികൂടിയ കേസിൽ ഒരാൾ കൂടി പോലീസിന്റെ പിടിയിലായി. മലപ്പുറം ജില്ലയിൽ ലഹരിക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി പോലീസ് നടത്തുന്ന തുടരന്വേഷണത്തിലാണ് സംഘത്തിലെ പ്രധാനിയായ ഇയാൾ വലയിലായത്. കാസർഗോഡ് ഉപ്പള സ്വദേശി മണ്ണംകുഴി നിസാം മൻസിലിൽ സയ്യിദ് മുഹമ്മദ് നവാസിനെയാണ് ഉപ്പളയിൽ വെച്ച് പെരിന്തൽമണ്ണ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബാംഗ്ലൂരുവിൽ MDMA വിൽപ്പന നടത്തുന്ന വൻകിട ലഹരി മാഫിയ സംഘങ്ങളുടെ പ്രധാന ഇടനിലക്കാരനായി പ്രവർത്തിച്ചു വരികയായിരുന്നു നവാസ്. ലഹരിക്കടത്ത് കേസുകളിലും അടിപിടി കേസുകളിലും സ്ഥിരം പ്രതിയായ ഇയാളുടെ പേരിൽ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ നിരവധി NDPS കേസുകൾ നിലവിലുണ്ട്. ഇതിനു പുറമെ 1 വർഷം മുൻപ് കാപ്പ നിയമപ്രകാരം ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ വ്യക്തി കൂടിയാണ് അറസ്റ്റിലായ നവാസ്. CCN പെരിന്തൽമണ്ണ. പെൻഷൻ അട്ടിമറിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് KSKTU ചെറുപ്പുളശ്ശേരിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി M വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഏതാണ്ട് 63 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷമായി ഒരു മുടക്കവുമില്ലാതെ കൃത്യമായി ലഭിച്ചിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ, ആ പെൻഷൻ പദ്ധതി അട്ടിമറിക്കുന്നതിന് വേണ്ടി തത്വത്തിൽ കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ തുടക്കം എന്ന നിലയ്ക്കാണ് 10-15 ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് ഓർഡർ പുറത്തിറക്കിയിട്ടുള്ളത്. ആ ഓർഡറിൽ പറയുന്നത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ അത് സഹകരണ ബാങ്കുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് അത് നടത്തുന്നത്. ആ സഹകരണ ബാങ്കുകളെ ഈ പെൻഷൻ വിതരണത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. CCN ചെറുപ്പുളശ്ശേരി. കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ശനിയാഴ്ച മലപ്പുറം സൂര്യ റീജൻസിയിൽ നടക്കും. ജില്ലയിലെ ചെറുകിട വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങളും സംരംഭകർ നേരിടുന്ന വിവിധ വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിനും പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുന്നതിനുമാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 3 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയുടെ ആദ്യഘട്ടത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ വ്യവസായികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന സംശയ നിവാരണ വേദി നടക്കും. വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ സർക്കാർ സേവനങ്ങൾ, പദ്ധതികൾ, നിയമങ്ങൾ, ആനുകൂല്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സംരംഭകർക്ക് നേരിട്ട് ഉദ്യോഗസ്ഥരുമായി സംവദിക്കാനുള്ള അവസരവും ഇതിലൂടെ ലഭിക്കും. തുടർന്ന് പുതിയ തൊഴിൽ നിയമങ്ങളും അവ വ്യവസായ മേഖലയെയും തൊഴിലുടമകളെയും എങ്ങനെ ബാധിക്കുമെന്നതും സംബന്ധിച്ച് അഡ്വക്കേറ്റ് TG മാധവനുണ്ണി പ്രത്യേക പ്രഭാഷണം നടത്തും. പൊതുസമ്മേളനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്യും. വ്യവസായികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്
വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടുള്ള നേരിട്ടുള്ള വിവരമില്ലാത്തതിനാൽ കുറെ വ്യവസായികൾക്ക് ഡിപ്പാർട്ട്മെന്റുകളുടെ നിയമവശങ്ങളെ പറ്റിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വ്യവസായികൾ പാലിക്കേണ്ട നിയമങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ക്ലാസ് അത് എല്ലാ വ്യവസായികളെയും കൂട്ടി വ്യവസായ വകുപ്പ് തല, അത് പ്രാക്ടീസ് ആൻഡ് ബോയിലേഴ്സ്, പൊല്യൂഷൻ ബോർഡ്, അതുപോലെ ലീഗൽ മെട്രോളജി, ഫാക്ടറി, ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നീ ഡിപ്പാർട്ട്മെന്റുകളും അതിന് പുറമെ തൊഴിൽ നിയമങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരും അതിന് പുറമെ ഒരു അഡ്വക്കേറ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ക്ലാസ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാല് വ്യവസായികൾ ഒരിക്കലും വ്യവസായമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ട് ഒരിക്കലും വ്യവസായികൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് KSSI ചിത്രത്തില് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി ആണ് സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഗിരീഷ് സാറ് വ്യവസായ വകുപ്പുകളുടെ വ്യവസായികൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികളും കുറിച്ച് സംസാരിക്കും, സബ്സിഡികളെ കുറിച്ച്, പദ്ധതികളെ കുറിച്ച് സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് AP അബ്ദുൽ കരീം, സെക്രട്ടറി KP മുജീബ് റഹ്മാൻ, സംസ്ഥാന സെക്രട്ടറി KV അൻവർ, മുൻ ജില്ലാ പ്രസിഡന്റ് ജുനൈദ്, ഹംസ ഹാജി, ജോയിന്റ് സെക്രട്ടറി സാദിഖ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. അംഗൻവാടിയിലെ കുരുന്നുകൾക്ക് നൽകിയ കൊച്ചു വാഗ്ദാനം നിറവേറ്റി ഒറ്റപ്പാലം MLA K പ്രേംകുമാർ. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻപ് നൽകിയ ഉറപ്പാണ് ബുധനാഴ്ച അംഗൻവാടിയിൽ നടന്ന ഓണാഘോഷ പരിപാടികൾക്കിടയിൽ അദ്ദേഹം പാലിച്ചത്. പന്ത് തട്ടിയത് ഓർമ്മയുണ്ടോ? അപ്പൊ നമ്മൾ അന്നൊരു വാക്ക് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഒരു ബോള് തരാമെന്ന്. ബോൾ ഇഷ്ടാണോ? എല്ലാരും ബോള് കളിക്കോ? അപ്പൊ എല്ലാവരും കളിക്കണം. ബോൾ ഇതിലുണ്ട് കേട്ടോ. ബോൾ ഇതിലുണ്ട്. ബോള് മാമ, പിന്നെ വാർഡ് മെമ്പർ മാമ, മോമന മാമ അത് കാറ്റ് കടിച്ചു തരും. പുതിയ പന്താണ്, നന്നായിട്ട് കളിക്കണം കേട്ടോ. ലോകകപ്പ് സമയത്ത് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഗോൾ കിക്ക് ചലഞ്ച് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു MLA കുട്ടികൾക്ക് ഫുട്ബോൾ വാങ്ങി നൽകുമെന്ന് വാഗ്ദാനം ചെയ്തത്. ബുധനാഴ്ച കുട്ടികളെ കാണാൻ അംഗൻവാടിയിൽ എത്തിയത് ഈ ഫുട്ബോളുമായാണ്. ഓണാഘോഷ പരിപാടികൾക്കിടയിൽ കുട്ടികൾക്ക് ഫുട്ബോൾ വിതരണം ചെയ്ത അദ്ദേഹം എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകളും നേർന്നു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ, വാർഡ് മെമ്പർ C ഓമന തുടങ്ങിയവരും പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. ഞങ്ങൾക്കും പറയാനുണ്ട് ക്യാമ്പയിനുമായി ബാലസംഘം. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ വില്ലേജ് തലത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ബാലസംഘം ജില്ലാ പ്രസിഡന്റ് ഷമീം ഇല്യാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമായിട്ടും ഇപ്പൊ ഈ ഒരു പത്രസമ്മേളനം വിളിക്കാനുള്ള വിഷയം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു വരുന്നത് നമ്മളെ പ്രിയപ്പെട്ട സെയിൻ എന്ന ബാലസംഘം കൂട്ടുകാരനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവവാസങ്ങളാണ്. ബാലസംഘം ഈ ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ കാരണം നമുക്കറിയാം. സൈൻ എന്നൊരു കുട്ടി തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവയ്ക്കുകയാണ്, പ്രിയപ്പെട്ട സഹാക്കളെ എന്താ പാട് എന്ന് ചോദിച്ച് എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ചെറിയ വീഡിയോ പുറത്തുവിടുകയുണ്ടായി. അപ്പൊ അതിന്റെ മേലുള്ള മെറ്റ് റിമൂവ് ചെയ്യുകയും പിന്നീട് സമസ്തയുടെ എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന പുറത്തു വരികയും അവരുടെ മാഗസിനിലൂടെ ഒരു സ്വതന്ത്ര എഴുത്തുകാരൻ എഴുതിയ പ്രസ്താവന പുറത്തു വരികയും പിന്നീട് അത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. കുട്ടികൾ രാഷ്ട്രീയം സംസാരിക്കേണ്ടതില്ല, കുട്ടികൾ കുട്ടികളാണ്, അവർ കളിസ്ഥലങ്ങളിൽ കളിക്കട്ടെ, അവർ പാഠപുസ്തകങ്ങളിലെ കാര്യങ്ങൾ പഠിക്കട്ടെ, അതിലുപരി പൊതുവിഷയങ്ങളിൽ ഇടപെടുകയോ രാഷ്ട്രീയം സംസാരിക്കുകയോ വേണ്ടതില്ല എന്നതാണ് പത്രമാധ്യമങ്ങളിൽ നടന്നു വരുന്ന ചർച്ച. അപ്പോൾ ബാലസംഘം എന്ന നിലയിൽ ഈ ബാലസംഘം എന്ന കുട്ടികളെ അഡ്രസ് ചെയ്യുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുട്ടികളുടെ സംഘടന അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. വെട്ടം പഞ്ചായത്തിലെ മുറിവഴിക്കൽ ഹെൽത്ത് സെന്റർ ബാലസംഘം യൂണിറ്റിലെ കുട്ടികൾ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയുമായി ബന്ധപ്പെട്ടുയർന്നുവന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ബാലസംഘം പ്രവർത്തകരെയും കുട്ടികൾ നിർമ്മിച്ച പാർട്ടി ഓഫീസും പരിചയപ്പെടുത്തിയുള്ള ഒരു വീഡിയോയാണ് കുട്ടി സഖാവ് എന്ന അക്കൗണ്ടിൽ പങ്കുവച്ചത്. വീഡിയോ പങ്കുവച്ചതിനെ തുടർന്ന് കുട്ടികളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മെറ്റ ഒഴിവാക്കിയിരുന്നു. തുടർന്ന് പല വിവാദ വിമർശനങ്ങളും ഉയർന്നു. ഈ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് കുട്ടികളുടെയും രാഷ്ട്രീയ ബോധവും
പ്രവർത്തനവും വിലപ്പെട്ടതാണെന്നും സമൂഹത്തിലെ സമകാലിക വിഷയങ്ങളിൽ അവർക്കും അഭിപ്രായമുണ്ടെന്നും വ്യക്തമാക്കി ക്യാമ്പയിൻ നടത്തുന്നത്. നാടകം ഉൾപ്പെടെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയാണ് ക്യാമ്പയിൻ നടപ്പാക്കുക. ജില്ലയിൽ 100ഓളം കേന്ദ്രങ്ങളിൽ പരിപാടികൾ നടക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വിനായക് പ്രസാദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സിദ്ധാർത്ഥ്, ജോയിന്റ് സെക്രട്ടറി ഷഹനത്ത് മറിയം, ജില്ലാ കമ്മിറ്റി അംഗം ഹസനത്ത് മറിയം എന്നിവർ സംസാരിച്ചു. CCN മലപ്പുറം. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തികരമായ പോസ്റ്ററുകളും ശബ്ദ സന്ദേശങ്ങളും പ്രചരിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായി. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. നന്നമ്പ്ര വെള്ളിയാമ്പുറം സ്വദേശി പൊന്നിയത്ത് അൻവറിനെയാണ് തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. നിരന്തരം തങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ പോസ്റ്റുകളും വ്യാജ വാർത്തകളും പ്രചരിപ്പിച്ച് നാട്ടിൽ കലാപം സൃഷ്ടിക്കാനും സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുമാണ് പ്രതി ശ്രമിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 192 വകുപ്പും കേരള പോലീസ് ആക്ട് 120 വകുപ്പും പ്രകാരമാണ് തിരൂരങ്ങാടി പോലീസ് അൻവറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. CCN മലപ്പുറം. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ആനമങ്ങാട് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം K വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് അക്കൗണ്ട് മുഖാന്തരമാണെങ്കിൽ അത് ഏതാണോ നിങ്ങളുടെ സൗകര്യമെന്ന് നമ്മളോട് ചോദിച്ചുകൊണ്ട് അത് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു. ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ പെൻഷൻ വാങ്ങിയ ആളുകൾക്കൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരെ ആകർഷിക്കാൻ തരത്തിൽ UDF ഒരു വാഗ്ദാനം കൊടുത്തു വന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പെൻഷൻ 3000 രൂപയാക്കി മാറ്റും. അപ്പോൾ നമ്മളിൽ പല ആളുകളും ഏതായാലും 2000 കിട്ടുന്നുണ്ട്, അതിനി ഇവർ വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം, നമ്മളെ പരസ്യം കണ്ട് നമ്മളെ കണ്ണൊക്കെ മഞ്ഞളിച്ചിട്ടുണ്ടെന്ന്, എന്തുകൊണ്ട് നമുക്കൊരു മാറ്റം ഉണ്ടായിക്കൂടാ? പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ട് വഴിയാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് KSKTU പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. വില്ലേജ് ഓഫീസ് മാർച്ച് സിന്ദാബാദ്. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, കേരള മുഖ്യൻ പറയുന്നു, വീട്ടിൽ നൽകിയ ക്ഷേമ പെൻഷൻ ബാങ്കിൽ പോയി വാങ്ങണമെന്ന്. പാവപ്പെട്ട മനുഷ്യർക്കാകെ ദുരിതം നൽകും കോൺഗ്രസ്. നിങ്ങൾക്കെതിരായി ഉയരുന്നു കേരള നാടിൻ ജനരോഷം. കൂടുതൽ കൊണ്ട് കിരീടം ചൂടിയ കേരള മുഖ്യ KK ബാലകൃഷ്ണൻ അധ്യക്ഷനായി. K പത്മനാഭൻ, K പ്രേമൻ എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ പറഞ്ഞ് +1 വിദ്യാർത്ഥിക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങും മർദ്ദനവുമെന്ന് പരാതി. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഭവത്തിൽ പരിക്കേറ്റ ആദിൽ അൽഫയാത്തിനെ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തികരമായ പോസ്റ്ററുകളും ശബ്ദ സന്ദേശങ്ങളും പ്രചരിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായി. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ചെറുപ്പുളശ്ശേരി നഗരസഭ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.